77ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രം 1917. മികച്ച നടനുള്ള പുരസ്കാരം ജോക്കറിലെ അഭിനയത്തിന് ജാക്വിൻ ഫീനിക്സ് സ്വന്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ കരകൗശല മേളയായ സൂരജ് കുണ്ട് മേള 2020 ഫെബ്രുവരി 1 ഹരിയാനയിലെ ഫരീദാബാദിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്തു. മഡഗാസ്കറിൽ വീശിയടിച്ച ഡയാനെ ചുഴലിക്കാറ്റിന്റെ കെടുതികളിൽ സഹായം എത്തിക്കുവാനായി ഇന്ത്യൻ നാവികസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വാനില. ഏഷ്യ പസഫിക് മേഖലയിലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇയർ 2020 ആയി റിസർവ് ബാങ്ക് ഗവർണർ ശക്തി കാന്തദാസ് തിരഞ്ഞെടുക്കപ്പെട്ടു. 328 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിന് ശേഷം അമേരിക്കൻ ബഹിരാകാശ യാത്രിക ക്രിസ്റ്റീന കോച്ച് ഭൂമിയിൽ തിരിച്ചെത്തി. ബ്രിട്ടനിലേക്കുള്ള യൂറോപ്യൻ യൂണിയന്റെ പ്രഥമ അംബാസിഡറായി ജാവോ വാലെഡെ അൽമേഡ, അതായത് പോർച്ചുഗലിൽ നിന്നാണ്, തിരഞ്ഞെടുക്കപ്പെട്ടു. മലേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രിയായി മുഹിയുദ്ദീൻ യാസീൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 2020 കോമൺവെൽത്ത് പോയിന്റ്സ് ഓഫ് ലൈറ്റ് അവാർഡ് ലഭിച്ചത് ജാദവ് പായേങ്. ഇദ്ദേഹം ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഇദ്ദേഹം ആസാമീസ് പരിസ്ഥിതി പ്രവർത്തകനാണ്. ആങ് സാൻ സൂക്കിക്ക് ബ്രിട്ടൻ നൽകിയ ഫ്രീഡം ഓഫ് സിറ്റി പുരസ്കാരം തിരിച്ചെടുത്തു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക് ശ്യാമമാധവം എന്ന കൃതിക്ക് ലഭിച്ചു. 2017 സംസ്ഥാന സ്വാതി പുരസ്കാരം, അതായത് സംഗീതത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ സ്വാതി പുരസ്കാരം വയലിനിസ്റ്റ് NL സുബ്രഹ്മണ്യന് ലഭിച്ചു. സംസ്ഥാനത്തെ ആദ്യ തരിശുരഹിത പഞ്ചായത്തായ ചെങ്കൽ ജില്ലാതല ഹരിത പുരസ്കാരത്തിന് അർഹമായി. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കവി മധുസൂദനൻ നായർക്ക് അച്ഛൻ പിറന്ന വീട് എന്ന കൃതിക്കും ശശി തരൂരിന് എൻ എറ ഓഫ് ഡാർക്ക്നെസ് എന്ന കൃതിക്കും ലഭിച്ചു. ഓടക്കുഴൽ അവാർഡ് N പ്രഭാകരന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ മായാമനുഷ്യർ എന്ന കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് കവചം. വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം കോട്ടയം ജില്ലയിൽ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു. 2020 കേരള ശാസ്ത്ര കോൺഗ്രസ് വേദിയായി പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ തിരഞ്ഞെടുത്തു. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ ഫാബ് ലാബ് കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ലയായി എറണാകുളം തിരഞ്ഞെടുത്തു. പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്ത് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം
കേരളം. പ്രഥമ കൈരളി പുരസ്കാരം ഇത് ശാസ്ത്ര ഗവേഷണ രംഗത്തെ സംഭാവനകൾക്ക് നൽകുന്നതാണ്. ഇതിന് പ്രൊഫസർ MN വിജയൻ, ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ എന്നിവർ അർഹരായി. സംസ്ഥാനത്തെ നാരി ശക്തി പുരസ്കാരത്തിന് രാഷ്ട്രപതിയിൽ നിന്നും വനിതാ ദിനത്തിൽ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയത് കൊല്ലം ജില്ലയിലെ ഭാഗീരഥി അമ്മ, ആലപ്പുഴ ജില്ലയിലെ കാർത്യായനി അമ്മ.